വീടിന് മുന്നിൽ വന്ന് സ്കൂട്ടർ നിന്നതും പിന്നിൽ നിന്ന് പൂർണിമ ഇറങ്ങി. തലയിലെ ഹെൽമറ്റ് എടുത്തിട്ട് വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് നന്ദനും ഇറങ്ങി ഉമ്മറത്തേക്ക് കയറി. നന്ദേട്ടാ. സോപാനത്തിണ്ണയിലേക്ക് ചെന്ന് തളർന്നിരുന്ന ഭർത്താവിൻ്റെ ഒപ്പം അവിടേക്ക് ചെന്നിരുന്നു കൊണ്ട് പൂർണിമ പതിയെ വിളിച്ചു. നന്ദൻ പക്ഷേ മുഖം തിരിച്ചവരെയൊന്ന് നോക്കുകയോ എന്തെങ്കിലും ഒന്ന് എരിയാടുകയോ ചെയ്തില്ല. നമ്മുടെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നന്ദേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടും തോന്നാതിരുന്നിട്ടും എന്താ പൂർണ്ണി കാര്യം? ചെയ്തെന്നല്ലേ അവളുടെ ഭർത്താവ് പറഞ്ഞത്. അവളെ തൊട്ടും നിഷേധിച്ചതുമില്ലല്ലോ. നീയും കണ്ടതല്ലയോ നമ്മളെപ്പോലും വകവയ്ക്കാതെ അവനെ ഒട്ടിച്ചേർന്നവൾ നിന്നത്. അതിലും വലിയ എന്ത് തെളിവാ നിനക്കിനി വേണ്ടത്? നന്ദന്റെ സ്വരം വല്ലാതെ ഇടറിപ്പോയിരുന്നു അത് ചോദിക്കുമ്പോൾ. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല നന്ദേട്ടാ. ഇതൊന്നുമല്ല സത്യമല്ലെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുക. നമ്മുടെ മോൾക്ക് നമ്മളെ മറന്നിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ തന്നെ ഇന്നലെ വരെ ഇല്ലാത്തൊരു പ്രേമവും ഇപ്പോൾ പെട്ടെന്നങ്ങനെ വന്നു. എനിക്കറിയില്ല. കണ്ണിൽ കാണുന്നത് വിശ്വസിക്കാനേ തൽക്കാലം എനിക്ക് പറ്റൂ. നീ ആ വാതിലൊന്ന് തുറക്കൂ. എനിക്കൊന്ന് കിടക്കണം. അയാൾ അസ്വസ്ഥതയോടെ പറഞ്ഞതും പൂർണിമ കണ്ണ് തുടച്ചുകൊണ്ട് വേഗം ചെന്ന് വാതിൽ തുറന്നു. മുറിയിലെത്തിയിട്ടും ആമിയുടെ കരച്ചുകൾ നിരച്ചിരുന്നില്ല. കൺമുന്നിലൂടെ ചങ്ക് തകർന്നിറങ്ങിപ്പോയ സ്വന്തം അച്ഛനമ്മമാരുടെ മുഖമോർക്കും തോറും അവൾക്ക് നെഞ്ചു പൊട്ടും പോലെയായിരുന്നു തോന്നിയത്. കഴിഞ്ഞത് കഴിഞ്ഞു. താൻ ഇങ്ങനെ കരയാതെ. എല്ലാം നേരെയാകും. ജസീന്ത അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഇച്ചേച്ചി സമാധാനപ്പെട്. അവൾക്കൊപ്പമുണ്ടായിരുന്ന റയാന്റെ ഏറ്റവും ഇളയ സഹോദരിയായ റോണയും പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. എനിക്കൊന്നും അറിയില്ല. നെഞ്ചു പൊട്ടിയ എൻ്റെ അച്ഛനും അമ്മയും ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവരെന്നോട് ഒരിക്കലും പോർക്കില്ല. അത്രയ്ക്ക് നൊന്ത് കാണും. പറഞ്ഞുകൊണ്ട് മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന പെണ്ണിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നും അറിയാത്ത ധർമ്മസങ്കടത്തിൽ പരസ്പരം നോക്കിയിരിക്കാനേ ജെസ്സിക്കും റോണയ്ക്കും കഴിയുമായിരുന്നുള്ളൂ. ഇതേ സമയം മറ്റൊരു മുറിയിൽ വെരുകിനെപ്പോലെ നടക്കുകയായിരുന്നു ഒരുവൻ. കളരിക്കൽ റയാൻ പോളിന്റെ പെണ്ണാണിവൾ. കുറച്ചു മുമ്പ് റയാന്റെ നാവിൽ നിന്ന് വന്ന ആ വാക്കുകൾ ഓർത്തതും അവന് തല പെരുക്കും പോലെ തോന്നി. ഛെ, ഡാമിറ്റ്. ഇച്ചായൻ. ചുരുട്ടിപ്പിടിച്ച മുഷ്ടി ആഞ്ഞു കുടഞ്ഞുകൊണ്ട് അവൻ തന്റെ ദേഷ്യമടക്കാൻ ശ്രമിച്ചു. റയാൻ പോളിന്റെ പെണ്ണാണ് പോലും. ഛെ, ഓർക്കും തോറും അവന് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. റയാൻ കെട്ടിയ മിന്നും കഴുത്തിലണിഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കുന്നവളുടെ മുഖം ഓർമ്മയിലേക്ക് വന്നതും അവന് സമനില തെറ്റും പോലെ തോന്നി. ആത്മിക നന്ദകുമാർ. തെറ്റിപ്പോയി റീജോ. അശരീരി പോലെ കേട്ട സ്വരത്തിൽ ഞെട്ടിത്തെറിച്ചു പോയ റീജോ വെപ്രാളത്തോടെ ചാടിയെണീറ്റ് വാതിൽക്കലേക്ക് നോക്കി. വാതിൽ കടന്നകത്തേക്ക് വരുന്നവനെ കണ്ടപ്പോൾ ചെകുത്താൻ കുരിശു കണ്ടതുപോലെ വിളറി വെളുത്തുപോയിരുന്നു അവൻ. പക്ഷേ റയാൻ ഒരു പുഞ്ചിരിയോടെയായിരുന്നു അവന്റെ അരികിലേക്ക് വന്നത്. ഇപ്പോൾ അവൾ ആത്മിക നന്ദകുമാർ അല്ല, ആത്മിക റയാൻ പോൾ. ചുണ്ടുകൾ പുഞ്ചിരിയായിരുന്നെങ്കിലും കണ്ണുകളിൽ മത്തെന്തോ ഭാവം ഒളിപ്പിച്ചു വച്ചുകൊണ്ട് തന്നെ നോക്കി നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും റീജോയാകെ വിയർത്ത് കുളിച്ചിരുന്നു. ആത്മിക നന്ദകുമാർ. തെറ്റിപ്പോയി റീജോ. അശരീരി പോലെ കേട്ട സ്വരത്തിൽ ഞെട്ടിത്തെറിച്ചു പോയ റീജോ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റ് വാതിക്കലേക്ക് നോക്കി. വാതിൽ കടന്നകത്തേക്ക് വരുന്നവനെ കണ്ടപ്പോൾ ചെകുത്താൻ കുരിശു കണ്ടതുപോലെ വിളറി വെളുത്തുപോയിരുന്നു അവൻ. പക്ഷേ റയാൻ ഒരു പുഞ്ചിരിയോടെയായിരുന്നു അവന്റെ അരികിലേക്ക് വന്നത്. ഇപ്പോൾ അവൾ ആത്മിക നന്ദകുമാർ അല്ല, ആത്മിക റയാൻ പോൾ. ചുണ്ടുകളിൽ പുഞ്ചിരിയായിരുന്നെങ്കിലും കണ്ണുകളിൽ മറ്റെന്തോ ഭാവം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ നോക്കി നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും റീജോയാകെ വിയർത്ത് കുളിച്ചിരുന്നു. എന്താടാ, ഈ റൂമിലെ AC വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട് ചായ. പിന്നെന്തിനാ നീ ഇങ്ങനെ വിയർക്കുന്നേ? വിളറി വെളുത്തു നിൽക്കുന്ന റീജോയുടെ തോളിൽ കൈ അമർത്തിക്കൊണ്ട് റയാൻ ചോദിച്ചു. അവന്റെ ബലിഷ്ഠമായ കരസ്പർശം തോളിലറിഞ്ഞതും റീജോയ്ക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നിപ്പോയിരുന്നു. അത് പിന്നെ ചായ, അതൊക്കെ പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്. എന്താ ചായ? താഴെ അത്രയും വലിയ ബഹളമൊക്കെ ഉണ്ടായിട്ടും നീ എന്താ താഴേക്ക് വരാഞ്ഞത്? എന്ത് ബഹളം? ഞാനൊന്നും കേട്ടില്ല ചായ. തൻ്റെ കണ്ണിലേക്ക് തന്നെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നവനെ നേരിടാൻ കഴിയാതെ കണ്ണുകൾ ചുറ്റുപാടും പായിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് തോന്നി നീ അറിഞ്ഞു കാണത്തില്ലെന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്ന ദിവസമാണ് ഇന്ന്. അന്നേരം ഏതായാലും നീ ഇവിടെ ഇല്ലാതെ പോയി എന്ന് കരുതി എൻ്റെ അനിയനെ അറിയേണ്ട കാര്യങ്ങൾ നിന്നോട് പറയണ്ടേ? അത് പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പുഞ്ചിരിയോടെ പറയുന്നവനെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാത്ത വെപ്രാളത്തിൽ ഉയറുകയായിരുന്നു റീജോയുടെ മനസ്സ്. ഇച്ചായ. ഞാൻ പറയട്ടെടാവേ. അതിനു മുന്നേ നീ ഇങ്ങനെ തോക്കിൽ കയറി വെടിവെക്കാതെ. ഇന്ന് രാവിലെ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് എല്ലാവരും കൂടെ പിടിച്ച ആ പെണ്ണിനോടാ. നീ ഇപ്പോൾ പറഞ്ഞവള് തന്നെ, ആത്മിക. അവളെ ഞാനങ്ങ് കെട്ടി. റീജോയുടെ ഓരോ ചലനങ്ങൾ പോലും സൂക്ഷ്മമായി ഒപ്പിയെടുത്തുകൊണ്ടായിരുന്നു റയാന്റെ പറച്ചിൽ. അവന്റെ ആ വാക്കുകൾ കേട്ടതും തലക്കടി കൊണ്ടതുപോലെ ഞെട്ടിത്തരിച്ചു പോയിരുന്നു റീജോ. റയാൻ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവൻ അർത്ഥഗർഭമായെന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. എന്നതായാലും ഞാൻ കാരണം അവളുടെ പേര് ചീത്തയായി.
അപ്പോൾ പിന്നെ അവളെ അങ്ങ് കെട്ടിയേക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എന്താടാ, അതല്ലയോ അതിൻ്റെ ശരി? ആ, അത് ഇച്ചായ, അവളെപ്പോലൊരു പെണ്ണിനെയൊക്കെ എന്നാത്തിനാ ഇച്ചായൻ? അതെന്താടാ അവൾക്കൊരു കുഴപ്പം? അവൾ പെണ്ണല്ലയോ? പെണ്ണൊക്കെ തന്നെ, പക്ഷേ ഇച്ചായൻ്റെ ഭാര്യയാകാനുള്ള എന്ത് യോഗ്യതയുണ്ട് അവൾക്ക്? എടുത്തു ചാടി ഇങ്ങനൊരു ചെളിക്കുഴിയിലേക്ക് വീഴും മുന്നേ ഇച്ചായനെ കുടുംബത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ച് ഓർക്കാമായിരുന്നു. അവളെപ്പോലൊരു ദരിദ്രവാസി പെണ്ണിനെയാണോ ഇച്ചായ മിന്നുകെട്ടിയതെന്ന് പുറത്തറിഞ്ഞാൽ നമ്മുടെ റോണമ്മളുടെ കാര്യം എന്താകും? ഇങ്ങനൊരു തീരുമാനമെടുക്കും മുമ്പ് ഇച്ചായൻ ഇതെങ്കിലും ഒന്ന് ഓർക്കണമായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ആർജിച്ചെടുത്തൊരു ധൈര്യത്തിൽ അവൻ പറഞ്ഞത് കേട്ട് റയാൻ ചിരിച്ചു. ഓ, അതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയടാ. ചിലപ്പോൾ കർത്താവ് എനിക്ക് വിധിച്ചത് ഇങ്ങനെയൊരു ജീവിതമായിരിക്കും. അതിലിനി പരാതിപ്പെട്ടിട്ട് എന്നാ എടുക്കാനാ? എന്നാലും ഇച്ചായ, ആ പോട്ടടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ആ പിന്നെ, എന്നായാലും ഇപ്പോൾ അവളെൻ്റെ ഭാര്യയാ. അതുകൊണ്ട് നേരത്തെ വിളിച്ച പേരുകളൊന്നും ഇനി നീ അവളെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. നല്ല മിടുക്കനായിട്ട് ചേട്ടത്തിന്നോ അല്ലെങ്കിൽ ഇച്ചേച്ചിന്നോ അങ്ങ് വിളിച്ചേച്ചാൽ മതി കേട്ടോ. തൻ്റെ ടീഷർട്ട് പിടിച്ച് നേരെ ഇട്ടിട്ട് കവളിൽ പതിയെ തട്ടിക്കൊണ്ട് ചോദിക്കുന്നവൻ്റെ കണ്ണിലേക്ക് നോക്കിയൊരു പാവ കണക്കെ നിൽക്കുമ്പോൾ അവൻ്റെ സ്വരത്തിലൊരു ഭീഷണി ഒളിഞ്ഞു കിടപ്പില്ലേ എന്ന് ചിന്തിക്കാതിരുന്നില്ല റീജോ. പക്ഷേ അപ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ പറ്റിയിരിക്കുന്ന പുഞ്ചിരിയിലേക്ക് നോക്കുമ്പോൾ അവനാകെ ആശയക്കുഴപ്പത്തിൽ പെട്ടുപോയിരുന്നു. ആ, എന്നാ പിന്നെ ഞാൻ പോയേക്കുവാ. ഒന്ന് കിടക്കട്ടെ. എത്ര ദിവസം കൂടിയാ വീട്ടിലോട്ട് വരുന്നത്? അപ്പോൾ ഏതായാലും പെണ്ണും കെട്ടി വരാനൊത്തു. ആ പിന്നെ, നേരത്തെ പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോ. ആത്മിക നന്ദകുമാർ അല്ല ഇപ്പോൾ നിന്റെ ഇച്ഛായൻ്റെ പെണ്ണ, നിന്റെ ചേട്ടത്തി. ആദ്യമെന്തോ വലിയൊരു തമാശ പോലെയും പിന്നീട് മുന്നറിയിപ്പ് പോലെയും പറഞ്ഞു ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ റീജോയ്ക്ക് അവനെ മനസ്സിലാക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. റൂമിലെത്തിയതും റയാനൊരു ദീർഘനിശ്വാസത്തോടെ ബെഡിലേക്ക് വീണു. എന്തുകൊണ്ടോ ഇതുവരെ എടുത്തണിഞ്ഞിരുന്ന മുഖംമൂടിയൊന്ന് അഴിച്ചു വെക്കണമെന്നവൻ്റെ ഉള്ളു മന്ത്രിച്ചു. ദേഷ്യമോ സങ്കടമോ ഒക്കെ കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി. മുഷ്ടി ചുരുട്ടി കിടക്കയിൽ ആഞ്ഞടിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി പുല്ലേ. നിന്നെപ്പോലൊരു മൂന്നാംകിട പെണ്ണിൻ്റെ കഴുത്തിൽ ഈ റയാന് മിന്നി കെട്ടേണ്ടി വന്നെങ്കിൽ അതിന് നീ പ്രായച്ചിത്തം ചെയ്തേ മതിയാകൂ ആത്മിക. ഒരിടത്തും കുനിയാത്ത എൻ്റെ തല കുനിയാൻ നിന്ന് നീ കാരണമായെങ്കിൽ അതിന് പകരമായി നീ ഒരുപാട് കരയിപ്പിക്കും ഞാൻ. അവൻ മുരണ്ടുകൊണ്ട് പില്ലോയിൽ മുഖം അമർത്തി കിടന്നു. രാത്രി അത്താഴം കഴിക്കുന്ന നേരത്തായിരുന്നു റോണയ്ക്കൊപ്പം ആമി പുറത്തേക്ക് ഇറങ്ങിയത്. അതും അവളെ ഒരുപാട് നിർബന്ധിച്ചിട്ട്. എൻ്റെ ചേച്ചി, ഇങ്ങനെ പേടിച്ചു നിൽക്കാൻ ഞാൻ ചേച്ചിയെ കൊല്ലാനൊന്നും കൊണ്ടുപോകുകയല്ല, ഫുഡ് കഴിക്കാനാ. താഴെ എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. വാ, നമുക്ക് ചെന്ന് വല്ലോം വയറ്റിലോട്ട് പറഞ്ഞു വിടാം. എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടാ റോണ, നീ പോയി കഴിച്ചിട്ട് വായോ. ആമി പറഞ്ഞെങ്കിലും റോണ എപ്പോഴും അവളുടെ കയ്യിലെ പിടിവിട്ടിരുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. എന്നതേലും കഴിച്ചിട്ട് കിടന്നാൽ മതി, വായോ. അവൾ ആമിയുടെ കയ്യിൽ പിടിച്ച് ബലമായി മുന്നോട്ട് നടത്തി. അപ്പോഴായിരുന്നു താഴെ ഡൈനിങ് ഹാളിലേക്ക് അവളുടെ ശ്രദ്ധ എത്തിയത്. വീട്ടിലുള്ളവരെല്ലാം അപ്പോൾ ടേബിളിന് ചുറ്റും നിരന്നിരുന്നു. അതുകൂടി കണ്ടതും അവരെയൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നറിയാത്ത വെപ്രാളത്തിൽ അവളുടെ ഉടലാകെ വിറച്ചുപോയി. എന്തുവാ ചേച്ചി? എനിക്കെന്തോ പേടി തോന്നുന്നു അറോണ. എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആരെയും എനിക്കറിയില്ലല്ലോ. ഓ, അത്രയുള്ളോ? അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരില്ലേ. ദോ ആ ഇരിക്കുന്ന സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കുള്ള കൊച്ചോർക്കനെ കണ്ടോ? അതാ നമ്മുടെ ഡാഡി, സാക്ഷാൽ പോൾ സേവ്യർ കളരിക്കൽ. കളരിക്കൽ ഗ്രൂപ്പിൻ്റെ അമരക്കാരൻ. പിന്നെ അടുത്തു നിന്ന് വിളമ്പുന്നത് മമ്മി റൂബി പോൾ. ദോ ആ ഇരിക്കുന്നതാ ഞങ്ങളുടെ എല്ലാം വല്യച്ചായി റോബിൻ പോൾ. ഇച്ചായി പോലീസിലാ. അടുത്തിരിക്കുന്നത് പുള്ളിയുടെ സഹധർമ്മിണി ജെസീക്ക റോബിൻ. ഇച്ചേച്ചി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാ. പിന്നെ അടുത്തയാൾ എൻ്റെ നേരെ മൂത്തതാ റീജോ പോൾ. ചാച്ചൻ MBBSന് പഠിക്കുക, ഇപ്പോൾ ഫൈനൽ ഇയറാ. റീജോയെ ചൂണ്ടി റോണ പറഞ്ഞതും ആമയുടെ ഉടലെന്ന് വിറച്ചു. ഓർമ്മകൾ കുറച്ചുനാൾ പിന്നിലേക്ക് പോയി. അതോടെ അവളറിയാതെ കൈകൾ സ്റ്റെയർകേസിൻ്റെ പിടിയിൽ മുറുകി. പിന്നെ ആ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നവനെ അറിയാമല്ലോ, റയാൻ പോൾ കളരിക്കൽ. കളരിക്കൽ ഗ്രൂപ്പ്സിൻ്റെ ഇപ്പോഴത്തെ അമരക്കാരൻ. സർവോപരി ഇച്ചേച്ചിയുടെ ഭർത്തു. കളിയായി റോണോ പറഞ്ഞതും ആമി ഞെട്ടി അവളെ നോക്കി. എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ ഹൃദയമിടിപ്പേറി. തൻ്റെ ഭർത്താവ്, തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശി. ആ ഓർമ്മ പോലും അവളിലൊരു വിറയൽ പടർത്തി. അപ്പോൾ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു. ഇനി വല്ലതും തിന്നാതെ എന്നെ ഒന്നിനും കിട്ടത്തില്ല. അതുകൊണ്ട് പൊന്നുമോള് വേഗം വായോ. ആലോചനയോടെ നിന്നിരുന്ന ആമിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് റോണ താഴേക്ക് ഇറങ്ങി. ആ റോണ? പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ആമിയുടെ സ്വരം ഒന്നുയർന്നുപോയി. അത് കേട്ടതും ഡൈനിങ് ഹാളിൽ ഉണ്ടായിരുന്നവരെല്ലാം മുഖം തിരിച്ചവരെ നോക്കി. റോണയ്ക്കൊപ്പം സ്റ്റെപ്പിൽ നിൽക്കുന്നവളെ കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി. റയാനാണെങ്കിൽ എന്തുകൊണ്ടോ വല്ലാത്ത അസ്വസ്ഥതയോടെയായിരുന്നു അവളിലേക്ക് നോട്ടമറിഞ്ഞത്. എന്താ മോളവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ മോളെ, വന്ന് വല്ലതും കഴിക്ക്. ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും പോളൊരു നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. അത്രയും പേരുടെ ഇടയിൽ അയാളുടെ മുഖത്ത് തെളിഞ്ഞ ആ കുഞ്ഞു പുഞ്ചിരി പോലും തൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതീക്ഷയ്ക്ക് സമാനമാണെന്നോർത്തതും ആമിയും പതിയെ ചിരിച്ചു. ഇവിടെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് ഇച്ചേച്ചിക്ക് ഇങ്ങോട്ട് വരാനൊന്നും മടി പോലെ ഡാഡി.
ഞാനങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുവാ. പറഞ്ഞതിനൊപ്പം തന്നെ റോണ ചെന്ന് പോളിന്റെ അരികിലെ കസേരയിലേക്ക് ഇരുന്ന് കഴിഞ്ഞിരുന്നു. ഓ, അതിലൊന്നും ഒരു കാര്യവുമില്ല മോളെ. ഇങ്ങനെയൊക്കെ അല്ലയോ പരിചയപ്പെടുന്നത്. പിന്നെ പുതുതായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെങ്കൊച്ചുങ്ങൾക്കെല്ലാം ആദ്യമേ ബുദ്ധിമുട്ട് കാണും. അതൊന്നും അത്ര കാര്യമാക്കണ്ട. മോള് വന്നിരുന്ന് കഴിക്ക്. പരിചയപ്പെടലൊക്കെ അതിന്റെ വഴിക്കങ്ങ് നടന്നോളും. റൂബി, കൊച്ചിന് കഴിക്കാൻ കൊടുക്ക്. പോൾ പറഞ്ഞതും റൂബിയൊന്ന് മൂളിയിട്ട് പ്ലേറ്റ് എടുത്ത് റയാന്റെ തൊട്ടരികിൽ വെച്ചു. രാത്രി എന്തുവാ കഴിക്കല് പതിവ്? ഇവിടെ ഈ പിള്ളേർക്കെല്ലാം രാത്രി ചപ്പാത്തിയൊക്കെയാ. ചപ്പാത്തി വെച്ചിരുന്ന കാസറോൾ കയ്യിലെടുത്തുകൊണ്ട് വിളമ്പാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഓർത്തതുപോലെ അവർ ചോദിച്ചു. എനിക്കങ്ങനെയൊന്നുമില്ല, എന്തായാലും മതി. എന്നാ ചപ്പാത്തി വെക്കട്ടെ? അവൾ പതിയെ ഒന്ന് മൂളി. ആ, ഫുഡ് വിളമ്പിയിട്ടും താനെന്തിനാടോ അവിടെ തന്നെ നിൽക്കുന്നത്? വന്നിരുന്ന് കഴിച്ചേ. റോബിൻ കൂടി പറഞ്ഞതോടെ ആമി വേഗം വന്ന് കസേരയിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും റൂബി അവൾക്ക് കറിയും വിളമ്പിയിരുന്നു. റയാനൊഴികെ മറ്റെല്ലാ കണ്ണുകളും തന്നിലേക്ക് പാളി വീണുകൊണ്ടിരുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഒരു പരിചയവുമില്ലാത്ത ആ കുടുംബത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് നന്നേ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇരിക്കാനും എണീറ്റ് പോകാനും കഴിയാത്ത നിസ്സഹായതയിൽ അവരെ ആരെയും നോക്കാതിരുന്ന് കഴിക്കാൻ മാത്രമേ അവൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടിലായിരുന്നു റയാന്റെ ഇരിപ്പ്. എന്നോട് ക്ഷമിക്കച്ചേ. ഫോണിൽ വാൾപേപ്പറിനായി ഇട്ടിരുന്ന അച്ഛനമ്മമാർക്കൊപ്പം നിൽക്കുന്ന തന്റെ ചിത്രമെടുത്ത് നോക്കിയിരിക്കുമ്പോൾ ആമിയുടെ അതരങ്ങൾ വിതുമ്പി. നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന തന്റെ അച്ഛനമ്മമാരുടെ മുഖം കാണെ അവളുടെ ഉള്ള് പിടയുകയായിരുന്നു. അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരാതിരുന്നത്. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചതും ഒരു അന്യപുരുഷന്റെ ഒപ്പം അയാളുടെ വീട്ടിൽ നിന്ന് നാട്ടുകാർ ചേർത്ത് പിടിച്ച എന്നെ ആ ഒരു കണ്ണിലെ ആളുകൾ കാണൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ ദാനം കിട്ടിയതാണേലും ഈ താലി കൂടി ഇല്ലെങ്കിൽ എന്താ എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല അച്ഛാ. അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ സ്വാർത്ഥയായിപ്പോയി. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ മോൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമായിട്ടും എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലമ്മേ. കൊച്ചു കിടന്നില്ലായിരുന്നോ? പെട്ടെന്ന് കേട്ട ആ ചോദ്യത്തിൽ പൊട്ടിവന്ന തേങ്ങൽ അമർത്തി പിടിച്ചുകൊണ്ട് ആമി തിരിഞ്ഞു നോക്കി. തൊട്ടരികിൽ നിൽക്കുന്ന റൂബിയെ കണ്ടതും അവളെന്തോ കുറ്റം ചെയ്ത കുഞ്ഞിനെ പോലെ ശിരസ് കുനിച്ചു നിന്നു. നല്ല മഞ്ഞുണ്ട്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട. കൊച്ചു ചെന്ന് കിടക്കാൻ നോക്ക്. മോളിൽ അറ്റത്തെ റൂമാ റയാന്റെ. ചെല്ല്. തികച്ചും ഗൗരവത്തിൽ അവർ പറഞ്ഞതിന് മറുപടിയായി അവൾ പതിയെ തലയനക്കി. ഒന്ന് നിന്നേ. അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയവളെ നോക്കി നിന്ന റൂബി പെട്ടെന്ന് അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ഇനിയും എന്താണെന്ന് അറിയാതെ ഹൃദയമൊന്ന് പിടഞ്ഞെങ്കിലും ആമി തിരിഞ്ഞവരെ നോക്കി. ഈ കഴുത്തിൽ കിടക്കുന്നതെന്റെ മോൻ കെട്ടിയ മിന്നാണ്. അതിലൊരു സത്യമുണ്ട്. അതുകൊണ്ട് ഇത് നിന്റെ കഴുത്തിൽ കിടക്കുന്നത് വരെ നീ റയാന്റെ പെണ്ണാണ്. അത് മറക്കരുത്. കടുത്ത സ്വരത്തിൽ അവ പറഞ്ഞത് കേൾക്കെ തന്നിലെ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് മേൽ ആരോ കത്തി വെച്ച് വരഞ്ഞതുപോലെയായിരുന്നു ആമിക്ക് തോന്നിയത്. അവളുടെ ഹൃദയം പിടഞ്ഞു. മമ്മി, ഞാൻ അവളെന്തോ പറയാൻ ശ്രമം നടത്തിയെങ്കിലും അത് പൂർത്തിയാക്കും മുമ്പ് റൂബി കൈകൾ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു. പറഞ്ഞത് മറക്കാതിരുന്നാൽ മതി. ചെന്ന് കിടക്കാൻ നോക്ക്. ഇനി അവരോടൊന്നും പറയാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ളതും ഉള്ളിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന സങ്കടക്കടലിനെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ കഴിയാത്ത വിമിഷ്ടത്തോടെ ആമി തിരിഞ്ഞു നടന്നു. അവളുടെ ആ പോക്ക് നോക്കി നിന്ന് ദീർഘമായൊന്ന് നിശ്വസിച്ച് റൂബിയും അകത്തേക്ക് കയറി. മുകളിലെത്തി റൂബി പറഞ്ഞ മുറിക്ക് മുന്നിൽ ചെന്ന് നിൽക്കുകയായിരുന്നു ആമി. തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ അവകാശിയാണ് അതിലുള്ളത്. ഇനിയുള്ള കാലം അവന്റെ കൂടെ ഒരു ജീവിതം തന്നെ പകുത്തെടുക്കേണ്ടവളുമാണ് താൻ. എല്ലാം അറിയാമായിരുന്നിട്ട് കൂടിയും ആ വാതിൽ തുറന്നകത്തേക്ക് കയറാനുള്ള ധൈര്യമില്ലാതെ കൈകൾ പരസ്പരം കൂട്ടുതിരുമ്മിക്കൊണ്ട് വല്ലാത്ത അസ്വസ്ഥതയോടെ അവൾ അവിടെ തന്നെ നിന്നു. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ കഴിച്ചുകൂട്ടിയ റോണയുടെ മുറിയിൽ തന്നെ അഭയം പ്രാപിച്ചാലോ എന്നുപോലും തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ അടഞ്ഞുകിടക്കുന്ന ആ മുറിവാതിൽ അവളെ കൂടുതൽ നിരാശപ്പെടുത്തുന്നതായിരുന്നു. ആഹാ, ഇവിടെ നിൽക്കുമായിരുന്നോ എൻ്റെ ഭാര്യ? വാ വാ, കയറി വാ. പെടുന്നനെ മുറിയുടെ വാതിൽ മലർക്കെ തുറന്നുകൊണ്ട് ഭയന്ന് വിളറി നിൽക്കുന്നവളെ കണ്ട് റയാൻ ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. എന്തു പറ്റി? ഏത് മുറിയിലേക്ക് പോണമെന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുമായിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ ആ ചോദ്യം കേട്ടതും ഹൃദയത്തിലൊരു കടാര തറഞ്ഞിറങ്ങും പോലെയായിരുന്നു ആമിക്ക് തോന്നിയത്. നിറഞ്ഞു കലങ്ങിയ മിഴികൾ ഉയർത്തി അവനിലേക്ക് നോക്കുമ്പോൾ തീർത്തും തകാൻ നടഞ്ഞിരുന്നു ആ പെണ്ണ്. അല്ല, നീ ആദ്യമായിട്ടല്ലേ ഇവിടെ? അതുകൊണ്ട് മുറി മാറിപ്പോയോന്ന് ചോദിച്ചതാ. അവളുടെ നോട്ടം കണ്ടിട്ടോ എന്തോ റയാൻ പെട്ടെന്ന് വിഷയം മാറ്റി. പക്ഷെ അപ്പോഴേക്കും അവളുടെ മിഴികൾ തൂകി ഒഴിഞ്ഞിരുന്നു. ഹലോ, ഇവിടെ നിന്നിങ്ങനെ അഭിനയിച്ച് തകർത്താൽ കാണാൻ ആരുമില്ല. അതുകൊണ്ട് തമ്പുരാട്ടി ഒന്നകത്തോട്ട് കയറിയായിരുന്നേൽ അടിയന് വാതിലടയ്ക്കാമായിരുന്നു. ഒരു ശില പോലെ നിൽക്കുന്നവളെ നോക്കി പുച്ഛഭാവത്തിൽ അവൻ പറഞ്ഞതും ആമി പതിയെ അകത്തേക്ക് കയറി. എന്താടി നോക്കുന്നേ? നിനക്ക് ഞാൻ പോരെ? അതാണോ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നത്? വാതിലടച്ചിട്ട് തിരിയുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ആമിയെ കണ്ട് അവൻ ചോദിച്ചു. സർ, പ്ലീസ്. ഇത്രയൊക്കെ അപമാനിക്കാൻ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും. നിർത്തടി. ബാക്കിയുള്ളവന്റെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കിയിട്ട് അവളിൽ നിന്ന് കുമ്പസാരിക്കുന്നു. അപമാനിക്കരുത് പോലും. പഠിക്കാൻ വിട്ടപ്പോൾ അത് ചെയ്യാതെ കുത്തിക്കഴപ്പ് തീർക്കാൻ ഇറങ്ങുമ്പോൾ
നീ ഓർത്തില്ലായിരുന്നോടി ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമെന്ന്? കണ്ണീരാൽ നനഞ്ഞ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അലറുകയായിരുന്നു റയാൻ. ഇന്നു മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങുവാടി. നിന്നെ അപമാനിക്കരുതല്ലേ? എന്നാ കേട്ടോടി, ഇന്നു മുതൽ നീ അറിയും യഥാർത്ഥ അപമാനം എന്താണെന്ന്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന പുഴുത്ത പട്ടിക്ക് തുല്യമാടി നീ എനിക്ക്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. എൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും അപമാനം കൊണ്ട് പൊള്ളിയടർന്ന് ഉരുകി ഒലിച്ചു നിൽക്കുന്ന ഓരോ നിമിഷത്തിലും ചെയ്തു പോയ തെറ്റുകൾ നിന്നെ നോക്കി കൊഞ്ഞനം കുത്തുമടി. ഒന്ന് മരിച്ചു കിട്ടാൻ നീ കൊതിക്കും. പക്ഷേ അതിനു പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ലടി. ഈ ജീവിതം മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് ചീഞ്ഞളിയും നീ.